ഹായ്. നീബൂനി നിച്ചൂനിയൊക്കെ മദ്രസിലൊക്കെ കൊണ്ടാക്കി വന്നുകൊണ്ടിരുന്ന് പത്രം വായിക്കാട്ടോ. ഒരു ഗ്ലാസ് കട്ടൻ ചായയും കുടിക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ കുറച്ചു നേരമൊക്കെ വർത്താനം പറഞ്ഞു നിന്നുകാണ്ട് ഞാൻ അങ്ങനെ അടുക്കളയിൽ കയറിയിട്ടോ. പയറുപ്പേരി വെന്തത് തൂമിക്കുകയാണ്. നിച്ചു മദ്രസ് പോയപ്പോൾ തന്നെ പറഞ്ഞു ഇന്ന് എനിക്ക് സ്കൂളിൽ കൊണ്ടുപോകാൻ പൊട്ടറ്റോ ഉണ്ടാക്കൊണ്ട് കിട്ടുമെന്ന്. അപ്പോൾ അതും ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇക്കാക്ക് പിന്നെ ചോറ് കൊണ്ടുപോകണമല്ലോ പോകുമ്പോൾ. അപ്പോൾ ഞാനങ്ങനെ വേഗം ബീഫ് ഉണ്ടാക്കുകയാണ്. അപ്പം അതിലോട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് അതങ്ങനെ വേവട്ടെ. അപ്പുറത്ത് അടുപ്പത്ത് ഞാൻ ചോറ് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അത് നന്നായിട്ട് തിളച്ചൊക്കെ വന്നിട്ടുണ്ട്. അങ്ങനെ ഒന്ന് ചായക്ക് കടി പൊറോട്ടേനു, അതിക്ക് ചിക്കൻ കറി ഉണ്ടാക്കിയിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിച്ച് വീടൊക്കെ ഒന്ന് വൃത്തിയാക്കി ഇട്ടു കേട്ടോ. അടുക്കളൊക്കെ ഒന്ന് വൃത്തിയാക്കി. നിബുവിനെ ഇക്കേട്ടോ എന്നും സ്കൂൾക്ക് കൊണ്ടാക്കി കൊടുക്കല്. അപ്പം നിച്ചു പറഞ്ഞു ഒന്ന് ഇനിയും കൊണ്ടാക്കി തരണം, കാക്കൂനെ മാത്രം എന്നും കൊണ്ടാക്കി കൊടുക്കുക എന്നൊക്കെ പറഞ്ഞാണ്ട് ഇങ്ങനെ കരഞ്ഞപ്പോൾ എന്നാൽ പോരെ ഞാൻ കൊണ്ടാക്കി തരാറുണ്ട്. രണ്ടാളതും തിരൂർക്കാട് തന്നെയാണ് സ്കൂൾ വരുന്നത്. അപ്പോൾ ആദ്യം നിബുവിൻ്റെ സ്കൂളാണ്, പിന്നെ കേട്ടോ നിച്ചുവിൻ്റെ സ്കൂൾ. അപ്പോൾ നിബു പറഞ്ഞു ഞാൻ തിരിച്ചു വരുമ്പോൾ ഞാൻ ഇറങ്ങിക്കോളാം, ഞാനും ഉണ്ട് നിച്ചുവിൻ്റെ സ്കൂൾക്ക് ഇറങ്ങാണ്ട്. അങ്ങനെ ഓനും പോന്നു കേട്ടോ. അപ്പം അങ്ങനെ നിച്ചുവിനൊക്കെ ഇറക്കിക്കാണ് ഇനി നിബുവിനാക്കാൻ വേണ്ടി പോവാട്ടോ. കൂട്ടത്തിൽ ഞാനും ഉണ്ടായിനോ വണ്ടിമേ. അങ്ങനെ നിബുവിൻ്റെ സ്കൂളിൽ എത്തി. ഓനി അവിടെ ആക്കി കൊടുത്തുകാണ് ഞങ്ങൾ തിരിച്ചു പോന്നു കേട്ടോ. ഇക്ക നേരെ കടയിലേക്കാണ് പോണത്. അപ്പം ഇന്നെ റോട്ടിൽ ഇറക്കി തരികക്കാര കേട്ടോ. ഇന്നെ അവിടെ ഇറക്കിയിട്ടുണ്ട്. ഞാനങ്ങനെ വീട്ടിലേക്ക് നടന്നു പോവാണ്. അപ്പം നമ്മളെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. എനിക്ക് കുറച്ച് പണിയുണ്ട്. മുറ്റത്തേക്ക് ഞാൻ അങ്ങനെ ഇറങ്ങിട്ടോ. കുറേ പുല്ലൊക്കെ വന്നീന് നമ്മളെ ഈ ചെടിയിൽ. അപ്പോൾ ഇതൊരു പുല്ല് ചെടിയാട്ടോ. അപ്പോൾ അതിൻ്റെ അടിയിൽ കൂടിയൊക്കെ കുറച്ച് പുല്ലൊക്കെ വന്നീന്. അപ്പോൾ അതൊക്കെ പറിക്കാൻ വേണ്ടി ഇരുന്നു കേട്ടോ. രാവിലെ അതിനൊന്നും സമയം ഉണ്ടാവില്ല. മക്കൾ പോയി കഴിഞ്ഞാൽ ഈ പണിക്കൊക്കെ ഇരിക്കട്ടെ ഞാൻ. അങ്ങനെ പുല്ലറിക്കലൊക്കെ കഴിഞ്ഞ് ഞാൻ അവർക്ക് കുറച്ച് വെള്ളമൊക്കെ കൊണ്ട് ഒഴിച്ചു കൊടുത്തു കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് ഞാൻ 4 മണിയായപ്പോൾ മക്കൾ സ്കൂളിട്ട് വരുമ്പോഴത്തേന് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണ്ടേ. അപ്പം ഇന്ന് മത്തന് വെച്ചിട്ടാണ് ഉണ്ടാക്കണത്. അപ്പോൾ ഈ മത്തം കൊണ്ട് ഉണ്ടാക്കണ എനിക്ക് എൻ്റെ ചെറുപ്പക്കാലമൊക്കെ എനിക്ക് ഓർമ്മ വന്നിട്ടോ. സ്കൂളിൽ പഠിക്കണ കാലത്തൊക്കെ ഞാൻ സ്കൂളിട്ട് വരുമ്പോൾ എൻ്റെ ഉമ്മ ഇടയ്ക്കൊക്കെ എനിക്ക് ഇതുപോലെ ഉണ്ടാക്കി തരലുണ്ട് കേട്ടോ. ശർക്കര മത്തം എന്നാ പറയുക. അപ്പോൾ ഇതൊക്കെ ഉണ്ടാക്കിയിട്ട് ഞങ്ങൾക്ക് വായൻ്റെ ഇലയിലൊക്കെ ഇങ്ങനെ വിളമ്പിത്തരും. നല്ല ടേസ്റ്റ് ആട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുത്തു നോക്കൊണ്ട് അവർക്ക് നല്ല ഇഷ്ടമാവും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.